മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കാര്യദർശികളൊക്കെ നമ്മുടെ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിച്ചതിൻ്റെ പേരിൽ അക്യുപങ്ക്ചർ സിസ്റ്റത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ മഞ്ചേരി പ്രദേശത്തുള്ള ആളുകൾക്ക് അക്യുപങ്ക്ചർ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ ആളുകൾ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു മെത്തേഡാണ് അക്യുപങ്ക്ചർ. ഒരു ആമുഖമോ മുഖവരെയോ ഒന്നും ഇല്ലാതെ അക്യുപങ്ക്ചറിനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ പറ്റും. അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമുക്കറിയാം, നമ്മളൊരു മനുഷ്യനെന്ന് പറയുമ്പോൾ ആ മനുഷ്യനിൽ ഒരു ജീവനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അപ്പോൾ ആ ജീവനുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് പഴയ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. പണ്ട് ഈ പ്രാചീന മനുഷ്യരൊക്കെ ഈ ജീവൻ എങ്ങനെ നിലനിൽക്കുന്നു എന്നും ആ ജീവനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് പഴയ കാലത്തെ ആളുകൾ കണ്ടെത്തിയത്. അങ്ങനെ ഈ പ്രാചീനമായിട്ടുള്ള അന്ന് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചികിത്സ നടത്താനും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കാനൊക്കെ വളരെ പൂർവികരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പരിഹാരമായിരുന്നു അക്യുപങ്ക്ചർ. പിന്നീട് അത് പിൽക്കാലത്തൊക്കെ ലോകത്താകമാനം പ്രചരിക്കുകയും, ഇത് ചൈനയിലാണല്ലോ ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്, അവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കൊക്കെ വ്യത്യസ്ത രീതിയിൽ ഈ അക്യുപങ്ക്ചർ വ്യാപിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഊർജത്തെയും ജീവനെയും കൃത്യമായിട്ട് എങ്ങനെ പരിപാലിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അക്യുപങ്ക്ചർ. അപ്പോൾ പണ്ടുള്ള ആളുകളുടെ ചികിത്സാ രീതികളെ കുറിച്ചിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യരുടെ, നമ്മുടെ ഒരു മുൻ തലമുറകളിലൊക്കെ നടന്നിരുന്ന ചികിത്സയെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പല രീതികളും ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ പല ബന്ധങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഓരോ മതവിഭാഗങ്ങളൊക്കെ പിന്തുടരുന്ന പല ആചാരങ്ങൾ, ജീവിത രീതികൾ, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ പൂർവികരായിട്ടുള്ള മനുഷ്യരുടെ സുഖത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട് ഫോളോ ചെയ്തിരുന്ന, പിന്തുടരുന്ന മാർഗങ്ങളുടെ ഒരു പിന്തുടർച്ചയായിട്ടാണ് പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട്. വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഹിന്ദു സംസ്കാര പ്രകാരം, ഹിന്ദു ആചാരപ്രകാരം ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ അവർ സിന്ദൂരം ധരിക്കും അവരുടെ നെറ്റിയിൽ. അത് പ്രാചീനമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്, ഒരു ആചാരമാണ്. പക്ഷേ ഈ ആചാരം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഋതുമതിയാവാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തെ ഏറ്റവും നല്ല ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് അക്യുപങ്ക്ചർ പിന്തുടരുന്ന ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ ഒരു കളർ ഉപയോഗിച്ചിട്ടും പ്രത്യേക രീതിയിലുള്ള സിന്ദൂരം പോലുള്ള ഒരു ഹെർബ് ഉപയോഗിച്ചിട്ടൊക്കെ അവർ അവിടെ ആ ഒരു ഗർഭപാത്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പഴയകാല ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമായിരുന്നു അത്. പക്ഷേ അത് പിന്നീട് ഒരു ആചാരമായിട്ട്, അനുഷ്ഠാനമായിട്ടൊക്കെ ജീവിത രീതികളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന രീതിയിൽ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും ഇതിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ട് എന്തിനു ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ധാരണയില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, അതായത് ഒരു കുഞ്ഞ് ജനിക്കാൻ അവരുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണത്തിലൊക്കെ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഇന്ന് പലപ്പോഴും ഈ സിന്ദൂരൊക്കെ അതിൻ്റെ ഒറിജിനൽ രൂപമൊന്നും ലഭ്യമല്ല. എങ്കിലും യഥാർത്ഥ സിന്ദൂരം നമ്മുടെ നെറ്റിയിൽ അണിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് അവരുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഉത്തേജനങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പഴയകാല രൂപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് പൂർവിക സംസ്കാരങ്ങളിൽ കൈമാറ്റം ചെയ്തു വന്നപ്പോൾ അത് പലപ്പോഴും മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ പിൽക്കാലത്ത് കയറിക്കൊണ്ടു. ഇതേ പ്രകാരം തന്നെയാണ് പണ്ട് നമ്മൾ, ഈ കാലത്ത് വളരെ കുറവാണെങ്കിലും, നമ്മൾ കാലിൻ്റെ രണ്ടാമത്തെ വിരലിൽ സ്ത്രീകളൊക്കെ ഒരു മോതിരം ധരിക്കും. ഇന്ന് കുറവാണ്. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ ഈ കല്യാണ ശേഷമൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ധരിക്കുന്നുണ്ടാവുക. ഇതും ഈ ഒരു സ്ത്രീകളുടെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മുന്നോട്ടുള്ള, കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് ഗർഭധാരണവും പ്രസവവും അവർ ആർത്തവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പുരുഷനെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അതിജീവിക്കാനുള്ള
ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ വെള്ളി ആഭരണം ധരിക്കുന്നത്. ഇതേപോലെ നമ്മൾ ധരിക്കുന്ന നെക്ലേസിനകത്തും നമ്മൾ ധരിക്കുന്ന റിസ്റ്റിൽ ധരിക്കുന്ന ബാൻഡിൽ അഥവാ വളകൾ ഉപയോഗിക്കുന്നതിനകത്തും ഇതുപോലുള്ള ഒരുപാട് കൾച്ചറുകൾ ഈ ആരോഗ്യപൂർണമായിട്ടുള്ള നമ്മുടെ ഒരു അസ്തിത്വത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് പൂർവികരായിട്ടുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങളും കണ്ടെത്തലുകളും പിന്നീട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ ഉദു എടുക്കുമല്ലോ. ഉദു എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കർത്തവ്യങ്ങൾ, കൈ കഴുകുന്നു, കാല് കഴുകുന്നു, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയാം. അതിൻ്റെ അപ്പുറം നമ്മുടെ ചെവിയുടെ മുകൾ ഭാഗവും തലയുടെ മുകൾ ഭാഗവും യഥാർത്ഥത്തിൽ ഈ വുദു ചെയ്യുന്ന സമയത്ത്, ഒരു പ്രാർത്ഥനക്കായിട്ട് സജ്ജമാകുന്ന സമയത്ത് ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഹൈ ലെവലിലുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ കുറക്കാനും കൃത്യമായിട്ട് ഒരു അനുഷ്ഠാനത്തിന് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് സജ്ജമാകുന്ന സമയത്ത് അവരുടെ ഒരു മനസ്സിനെ കുറച്ചും കൂടെ കാമാക്കാനും വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ആചാരങ്ങളും, ഇനിയിപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും വിവിധ തരത്തിലുള്ള മതവിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളും അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചപ്പാടുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ചെവിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് സമയം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പ്രഷറിൻ്റെ ലെവൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഇതേപോലെയുള്ള ലളിതമായിട്ടുള്ള മാർഗങ്ങൾ പൂർവിക ചികിത്സകളിൽ നമ്മുടെ പഴയകാല ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിലൂടെ ഒരു ചികിത്സയായിട്ട് പിൽക്കാലത്ത് രൂപം പ്രാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചികിത്സ തീർച്ചയായിട്ടും ഇന്നിവിടെ സംസാരിച്ച ആളുകളൊക്കെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത് വളരെ ലളിതമായിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ചികിത്സയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ചികിത്സയായതുകൊണ്ട് ഇത് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും നല്ല ചികിത്സയാണെന്നാണ്. എന്നാൽ ലോകത്ത് ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തിരിക്കുന്ന ഒരുപാട് ഈ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ലോകത്ത് അക്യുപങ്ക്ചർ വളർന്നു വരുന്നുണ്ട്. അതായത് യൂറോപ്പിലാണ് ഈ ചികിത്സാ രീതി ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പാവങ്ങൾ ചെയ്യുന്ന ഒരു ചികിത്സയായിട്ട് നിങ്ങൾ അതിനെ താഴ്ത്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് യൂറോപ്പിലൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രചാരത്തിൽ വരുന്ന അവരുടെ ഒരു മെയിൻ സ്ട്രീം ചികിത്സാ രംഗത്തേക്ക് കടന്നു വരുന്ന ചികിത്സയായിട്ട് ഇന്ന് അക്യുപങ്ക്ചർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്യുപങ്ക്ചറിലേക്ക് പോകുന്ന ഒരു വിരക്തിയും ഒരു വിമുഖതയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറിയിട്ടുണ്ട്. അക്യുപങ്ക്ചർ ഇന്ന് സാധാരണഗതിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തോളം തന്നെ ആളുകൾ ഒരു നല്ല ചികിത്സയായിട്ട് പിന്തുടരുന്നു എന്നുള്ളത് അക്യുപങ്ക്ചറിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ചികിത്സാ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തന്നെ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട്, എന്നാൽ ചികിത്സയിൽ ചെലവ് കുറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഇത് തീർച്ചയായിട്ടും സഹായകമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അക്യുപങ്ക്ചറിൻ്റെ ചികിത്സാ രീതികൾ എന്നതിനെക്കുറിച്ചിട്ടും കൂടെ വളരെ ലളിതമായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. അക്യുപങ്ക്ചറിൽ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ചികിത്സാ മെത്തേഡുകളുണ്ട്. നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുള്ള ഒരു നിഷാത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചികിത്സാ കേന്ദ്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ എൻ്റെയൊക്കെ സീനിയറായിട്ട് ഒരുപാട് മുമ്പ് കമ്പമക്ക തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവരൊക്കെ ചെയ്തിരുന്ന ചികിത്സാ മെത്തേഡുകൾ പൊതുവെ ഒരു വിഭാഗത്ത് ചെറിയ രീതിയിലുള്ള മൃദുവായിട്ടുള്ള ഒരു ടച്ച് ചെയ്തിട്ട് ചികിത്സിക്കുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ അത് അക്യുപങ്ക്ചറിൻ്റെ ഒരു ചികിത്സാ മെത്തേഡാണ്. പിന്നീട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രഷർ കൊടുത്തിട്ട് മർദ്ദം ചെലുത്തിയിട്ടൊക്കെ ചികിത്സിക്കുന്ന മെത്തേഡ് അക്യുപങ്ക്ചറിലുണ്ട്. ഇത് അതിൻ്റെ മറ്റൊരു വേർഷനാണ്. അതേപോലെ തന്നെ സൂചികൾ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുന്ന മെത്തേഡാണ് ലോകത്ത് ആകമാനം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ചികിത്സ. ഈ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്, പങ്ക്ചർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗത്ത് ഒരു ഏതെങ്കിലും വസ്തു ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ്, അതായത് കുത്തുന്നതിനെയാണ് അല്ലെങ്കിൽ അകത്തേക്ക് കടത്തുന്നതിനെയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് കൂടുതലായിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സിസ്റ്റം എന്നുള്ള രീതിയിൽ അക്യുപങ്ക്ചറാണ് കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. പിന്നീട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ
വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിജാമ പോലുള്ള മെത്തേഡുകളൊക്കെ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന തെറാപ്പിയായിട്ട് അക്യുപങ്ക്ചറിൽ വളരെ കോമൺ ആയിട്ട് ലോകത്ത് പ്രചാരത്തിലുള്ള ഒരു നല്ലൊരു തെറാപ്പി മെത്തേഡാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ കളറുകൾ, വിത്തുകൾ, സീഡുകൾ, ലേസർ തെറാപ്പി, ഇലക്ട്രോ അക്യുപങ്ക്ചർ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചികിത്സാ മെത്തേഡുകളുണ്ട്. എല്ലാ മെത്തേഡുകളുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാണ്, അത് നമ്മുടെ ശരീരത്തിലുള്ള ആന്തരികമായിട്ടുള്ള ഊർജ സംവിധാനത്തെ വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കുക. അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന. അപ്പോൾ നമുക്ക് മൈഗ്രെയിൻ ഒക്കെ വരുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, മൈഗ്രെയിൻ വരുമ്പോൾ പഴയകാല ആളുകൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഒരു ഘടന പ്രകാരം തന്നെ നമുക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ അവിടെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോകും. എന്താ സംഭവിക്കുന്നത്, നമുക്ക് വേദനയെ കുറക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ സ്വയം ഒരു മാർഗം സ്വീകരിക്കുന്നതാണ്. ഒരു പ്രത്യേക പോയിന്റിലേക്ക് നമ്മുടെ കൈ കൊണ്ടുപോയി വെക്കുക, തലവേദന എന്ന് പറഞ്ഞത്. ആക്ച്വലി അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളൊരു പ്രഷർ സംഭവിക്കുന്നുണ്ട്, ഒരു ഉത്തേജനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാഭാവിക മാർഗങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ഭാഗത്തേക്ക് അവിടേക്കുള്ള രക്തപ്രവാഹത്തെയും ഊർജ സംവിധാനത്തെയും മെച്ചപ്പെടുത്തിയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. അതിലൂടെ നമ്മുടെ ഓരോ അവയവങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന രോഗം. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ശരിയായ രീതിയിൽ ജീവിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന രോഗാവസ്ഥകളാണ്. അതുകൊണ്ടാണല്ലോ അതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ജീവിതശൈലിയെ നമ്മൾ ശരിയാക്കി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ അക്യുപങ്ക്ചർ അവിടെ സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ജീവിതശൈലികളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ സംവിധാനത്തെ നമുക്ക് ഒന്നും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്, ഒന്നും കൂടെ ഉത്തേജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി, അതായത് നമ്മൾ മാനസികമായിട്ട് അത്ര നല്ലൊരു അവസ്ഥയിലല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ ആ ഒരു ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം വേദനയുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോയിൻറ്റുകളിലൊക്കെ വേദന ഉണ്ടാവും. ഒരാളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരും, നമുക്ക് ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടാവും. എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആന്തരികമായിട്ടുള്ള ഊർജ്ജ സംവിധാനത്തെ നമ്മുടെ മാനസിക തലം സ്വാധീനിക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ ശരിയാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മാനസിക നില മെച്ചപ്പെടുത്തണം. ആ മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂടെ തന്നെ അക്യുപങ്ക്ചറിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ അക്യുപങ്ക്ചർ ചെയ്യുന്ന സമയത്ത് ഈ മാനസിക നിലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രശ്നത്തെ ഒരു ഉത്തേജനം വഴി അവിടെയുള്ള വന്നിട്ടുള്ള ബ്ലോക്കുകളുടെ ഊർജത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫ്ലോയെ ബാധിക്കുമ്പോൾ അതിനെ ശരിയാക്കുകയാണ് അക്യുപങ്ക്ചറിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നു. അത് മാനസികമായിട്ടുള്ളതാണെങ്കിലും ശാരീരികമായിട്ടുള്ളതാണെങ്കിലും ഇനി ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും. ആത്മീയമായിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചില സമയത്ത് നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനത്തെ അവസ്ഥ പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ രാവിലെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പം നമ്മുടെ ആത്മാവ് അസ്വസ്ഥമാകുന്ന സമയം ഉണ്ടാവും അല്ലേ. നമ്മുടെ ശരീരത്തിൽ സ്പിരിറ്റ്, സോൾ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അപ്പം അതൊരു ഡിസ്റ്റർബ്ഡ് ആകുന്ന സമയത്ത് ഉറക്കം വരില്ല, നമുക്ക് ചിലപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പ്രഷറിൽ വേരിയേഷൻസ് ഒക്കെ വരാം, നമ്മുടെ ശരീരത്തിൽ സ്വെറ്റിങ് വരാം, അത് പിന്നീട് ഹൃദയമിടിപ്പിലേക്ക് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഊർജത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ആത്മീയമായിട്ടുള്ള, അതായത് നമ്മുടെ ആത്മാവിനെ, സോളുകളെ ബാധിക്കുന്ന പ്രശ്നം പോലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പം അതിനെയൊക്കെ പരിഹരിക്കുന്നതിൽ പോലും അക്യുപങ്ക്ചർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാത്ത ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മെഡിസിൻസ് കഴിക്കുമ്പോൾ ആ ദിവസം നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഉറക്കത്തെ ബാധിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ദഹനത്തെയും ആന്തരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മൂലം നമ്മുടെ ശാരീരികമായിട്ടുള്ള ജോയിൻറ്റുകളെ, അതേപോലെ തന്നെ വേദനകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അക്യുപങ്ക്ചറിലൂടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള ഊർജ്ജ സംവിധാനത്തെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, അതിനെ ശരിയാക്കി വിടും. അതിലൂടെ എളുപ്പത്തിൽ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അക്യുപങ്ക്ചറിൻ്റെ ഒരു വ്യൂ. അതുകൊണ്ടാണ് ഇത് സ്വീകാര്യമായിട്ടുള്ള ചികിത്സയായിട്ട് ഇന്ന് മാറിയിട്ടുള്ളത്. പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ പുതിയതായിട്ട് ഇനിയിപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരു മെത്തേഡായിട്ട് നമ്മുടെ നാട്ടിലേക്കൊന്നും അത്ര പോപ്പുലറായിട്ട് വന്നിട്ടില്ല. അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ
എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് മരുന്നുകളല്ല സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത ശൈലികളെ മെച്ചപ്പെടുത്തിയിട്ട് ആ പണ്ട് ഉണ്ടായിരുന്ന സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് ഹെൽത്ത് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതായത് മരുന്നുകൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നിരന്തരമായിട്ട് ഒരാളെ ഗൈഡ് ചെയ്തിട്ട് അവരുടെ ആരോഗ്യ നിലയെ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പണ്ടുള്ള ആളുകൾ എന്താണോ ചെയ്തത് അതിലേക്ക് തന്നെ മനുഷ്യൻ ഇത്രയും ആരോഗ്യപൂർണമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോഴും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് പണ്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് എവിടെ എത്തിക്കഴിഞ്ഞാലും പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമില്ലാത്തത് അല്ലേ? ഒരു ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും നമ്മൾ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഈ പഴയകാല ആളുകളുടെ രീതികൾ, അവരുടെ ആ സ്പിരിച്വൽ ആയിട്ടുള്ള മാർഗങ്ങളും ആത്മീയമായിട്ടുള്ള മാർഗങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ വിവാദപരമായിട്ടുള്ളൊരു എക്സസൈസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നെക്സ്റ്റ് 7 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോപ്പുലറായിട്ട് വരുന്നൊരു എക്സസൈസാണ്. ഇന്ന് അതിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഈ മാനസിക തലത്തെ ഉത്തേജിപ്പിക്കുന്ന ചില അക്യുപ്രഷർ മെത്തേഡ് കൂടെ ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ഊർജ്ജസ്വലമാക്കി വെക്കാനുള്ള ധാരാളം മെത്തേഡുകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് പോപ്പുലർ ആകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലേ, നമ്മുടെ നാട്ടിൽ ജിമ്മുകൾ ഇഷ്ടം പോലെ ഇല്ലേ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടർഫുകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പഴയതിലേക്ക് തന്നെ ആളുകൾ തിരിച്ചു പോകുന്നു? അപ്പോൾ അവിടെയാണ് അക്യുപങ്ക്ചറിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ പണ്ടുള്ള ആളുകളുടെ ഈ രീതികൾക്ക് ഇന്നും അതിൻ്റെതായ മികവും പ്രാധാന്യവും പ്രശസ്തിയും നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നത്തെ ലോകത്തും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അക്യുപങ്ക്ചറിനെ കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയുന്ന നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല. എങ്കിലും അക്യുപങ്ക്ചറിൽ സാധാരണ എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ, എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപും പ്രീജയും തുടങ്ങിയിട്ടുള്ള ബാക്ക് ടു ഹെൽത്ത് എന്ന് പറയുന്ന, ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുമല്ലോ ബാക്ക് ടു വേൾഡ് എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിൻ്റെ ഒരു ജന്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടില്ല. ഇതേ ഒരു നല്ല ദിവസത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭം ദൈവം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും എപ്പോഴും നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ഇവർക്ക് വേണം. തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അക്യുപങ്ക്ചറിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.